എങ്ങനെയാണ് ഒരു പാട്ടുണ്ടാക്കുക, എങ്ങനെയാണ് അതിന് ഈണം നൽകുക, എങ്ങനെയാണ് അതിന് താളവും ഭാവവും നൽകുക? സംഗീതവുമായി വലിയ ബന്ധമില്ലാത്തവർക്ക് ഇപ്പോഴും അജ്ഞാതമായി തുടരുന്ന കാര്യങ്ങളാണിത്. ഒരു മൂളിപ്പാട്ട് പോലും മൂളാത്തവരായി ആരും ഉണ്ടാവില്ലെങ്കിലും പാട്ടിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് അത്രയൊന്നും അറിവുണ്ടാവില്ല. എന്നാൽ AI സാങ്കേതിക വിദ്യയുടെ വരവോടെ ഇനി അസാധ്യമായതൊന്നുമില്ല എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ഇനി പാട്ട് പാടാത്തവർക്കും പാട്ടുണ്ടാക്കാം എന്ന് ചുരുക്കം. സുനോ AI ആണ് എല്ലാവരെയും സംഗീത സംവിധായകരാക്കുന്നത്. എന്താണ് സുനോ AI എന്നും അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നും ഒന്ന് പെട്ടെന്ന് നോക്കാം. വരികൾ എഴുതുക എന്നത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനെ ചിട്ടപ്പെടുത്തുന്നതും മ്യൂസിക് പകരുന്നതുമൊക്കെ സുനോ ചെയ്തോളൂ. ഏത് തരം മ്യൂസിക്കാണ് വേണ്ടത് എന്ന് മുൻകൂട്ടി പറഞ്ഞാൽ മാത്രം മതി. പോപ്പ്, റോക്ക്, ക്ലാസിക്കൽ എന്തും തരും സുനോ. നമ്മുടെ ഇഷ്ടത്തിനും ആവശ്യത്തിനും അനുയോജ്യമായി സുനോ പാട്ടുണ്ടാക്കുമെന്ന് ചുരുക്കം. ഈ സുനോ സംഗീത സംവിധായകർക്ക് ഭീഷണിയാകുമോ എന്നാണ് ഉയരുന്ന ഒരു ചോദ്യം. അല്ല എന്നാണ് ഉത്തരം. കാരണം സുനോ AI ഒരു സാങ്കേതിക ഉപകരണം മാത്രമാണ്. മറ്റേത് സംവിധാനങ്ങൾക്കുമുള്ള പരിമിതികൾ നിർമ്മിത ബുദ്ധികൾക്കുമുണ്ട്. പോസിറ്റീവായി എടുക്കാൻ തയ്യാറായാൽ സംഗീതജ്ഞർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഇതിനെ ഉപയോഗിക്കാനാവും. അവരുടെ സർഗാത്മകത വികസിപ്പിക്കാനും പുതിയ സംഗീതം സൃഷ്ടിക്കാനും സുനോ AI ഉപയോഗിക്കാം. അതിൻ്റെ തുടക്കഘട്ടത്തിലാണ് സുനോ AI ഇപ്പോൾ. ഭാവിയിൽ സംഗീത ലോകത്ത് മാറ്റങ്ങൾ വരുത്താൻ ഇതിനായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 2023 ഡിസംബറിലാണ് കേംബ്രിഡ്ജിലെ ഒരു സംഘം സുനോ AIയെ അവതരിപ്പിച്ചത്. കഴിഞ്ഞ മാർച്ചിൽ ഇതിൻ്റെ ഉപഭോക്താക്കൾക്ക് ഫ്രീയായി 2 മിനിറ്റ് ദൈർഘ്യമുള്ള പാട്ടുണ്ടാക്കാൻ കഴിയുന്ന V3 വേർഷനും ഇറക്കി. പുറത്തിറക്കി 1 വർഷം തികയും മുമ്പേ ലോകത്താകമാനം 12 മില്യൺ ആളുകൾ ഇതിനോടകം ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. സംഗതി AI ആണെങ്കിലും ടെക്സ്റ്റ് വീഡിയോ സംവിധാനങ്ങൾ കോപ്പിറൈറ്റ് ആരോപണത്തിൽ കുടുങ്ങിയതുപോലെ തന്നെ സുനോ AIക്കെതിരെയും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. സോണി മ്യൂസിക്സ്, വാർണർ റെക്കോർഡ്സ്, യൂണിവേഴ്സൽ മ്യൂസിക് ഗ്രൂപ്പ് റെക്കോർഡിംഗ്സ്, റെക്കോർഡിംഗ് ഇൻഡസ്ട്രി അസോസിയേഷൻ അമേരിക്ക തുടങ്ങിയ പ്രമുഖ കമ്പനികൾ സുനോ AIക്കെതിരെ കേസുകൾ ഫയൽ ചെയ്തു കഴിഞ്ഞു. തങ്ങളുടെ മ്യൂസിക്കുകളിൽ നുഴഞ്ഞു കയറിയാണ് സുനോ സംഗീതം പകർത്തുന്നത് എന്നാണ് പരാതികളിൽ പറയുന്നത്.